സാർവത്രിക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ 2019 ഒക്ടോബർ മാസത്തെ എക്സ്ട്രാ ഓർഡിനറി മിഷൻ മന്ത് അസാധാരണ പ്രേക്ഷിത മാസമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് മാക്സിമും ഇല്ലൂത് എന്ന ചാക്രിക ലേഖനത്തിലൂടെ സഭയുടെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് ഇറക്കിയ ആ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശതാബ്ദിയോടനുബന്ധിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം ഒരു അസാധാരണ പ്രേക്ഷിത മാസം പ്രഖ്യാപിക്കാൻ കാരണമായത്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം, അങ്ങനെ ഒരു ചാക്രിക ലേഖനം പുറത്തിറക്കിയപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സഭയിൽ വലിയ ഒരു പ്രേക്ഷിത മുന്നേറ്റം നടന്നു. നമ്മുടെ സീറോ മലബാർ സഭയിലും കേരള സഭയിലും ഈ പ്രേക്ഷിത മുന്നേറ്റത്തിൻ്റെ ഫലമായി വളരെയേറെ പേർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തന്നെ മിഷണറിമാരായി പോവുകയുണ്ടായി. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ചിന്തിക്കുന്നത്, പറയുന്നത്, ലോകത്തോട് ആഹ്വാനം ചെയ്യുന്നത്, ഈ പ്രേക്ഷിത മുന്നേറ്റത്തിന് കുറച്ചൊക്കെ മാന്ദ്യം സംഭവിച്ചിട്ടുണ്ടോ എന്ന് മാർപ്പാപ്പയ്ക്കൊരു സംശയം. അത് സത്യവുമാണ്. ഇന്ന് സഭയുടെ ഈ പ്രേക്ഷിത ചൈതന്യം കുറയുന്നുണ്ടോ? ഇതിന് ആക്കം കൂട്ടലാണ് മാർപ്പാപ്പ ബാപ്റ്റൈസ്ഡ് ആൻഡ് സെൻറ്റ് എന്ന് തുടങ്ങുന്ന ഈ അസാധാരണ പ്രേക്ഷിത മാസത്തിൻ്റെ ഈ സന്ദേശത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. നമ്മൾ മാമോദിസ സ്വീകരിച്ചിരിക്കുന്നത് ഐക്യപ്പെടാനാണ്. ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശം മത്തായി സുവിശേഷത്തിലെ 28:19 മാർക്കോസ് 16:15 പറയുന്ന പോലെ നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കലാണ്. അതുകൊണ്ട് തന്നെ വത്തിക്കാൻ സൂനദോസ് പറയുന്നു, സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. മാമോദിസ സ്വീകരിച്ച് ഒരാൾ ക്രിസ്ത്യാനിയായിട്ടുണ്ടെങ്കിൽ, ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ തനിക്ക് ലഭിച്ച സുവിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കണം. സുവിശേഷം പ്രസംഗിക്കാതെ ഒരാൾക്കും ക്രിസ്ത്യാനിയായിരിക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, പ്രസംഗിക്കുന്നില്ലെങ്കിൽ, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അതുകൊണ്ട് ഈ അസാധാരണ പ്രേക്ഷിത മാസത്തിൽ മാർപ്പാപ്പ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്, ഓരോ ക്രിസ്ത്യാനിയും, ഓരോ കുടുംബവും തൻ്റെ ഏറ്റവും വലിയ ദൗത്യവുമായി താൻ അറിഞ്ഞ, താൻ സ്വീകരിച്ച, തനിക്ക് ബോധ്യപ്പെട്ട യേശുവിനെ, സഭയെ മറ്റുള്ളവർക്ക് കൊടുക്കണം. യേശു ദൈവരാജ്യം സ്ഥാപിക്കാൻ മാർക്കോസ് 1:15 പറഞ്ഞത് 2 നിബന്ധനകളാണ്. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധ കന്യാമറിയം നമുക്ക് നൽകുന്ന മാതൃക പോലെ ആദ്യം ദൈവവചനം ശ്രവിക്കണം. 2 ലൂക്ക 1:38 പറഞ്ഞതുപോലെ ആ ദൈവവചനത്തിന് കാതോർത്ത് അത് ഇതാ കർത്താവിൻ്റെ ദാസൻ, ദാസി എന്ന് പറഞ്ഞ് സ്വീകരിക്കണം. 3 യോഹന്നാൻ 1:14 പറയുന്ന പോലെ വചനത്തിന് മാംസം കൊടുത്ത് നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തണം. 4 മറിയം യേശുവിനെ ലോകത്തിന് പ്രദാനം ചെയ്തതുപോലെ നമ്മൾ ഓരോരുത്തരും നാം അറിഞ്ഞ ഈ സുവിശേഷമായ യേശുവിനെ ലോകത്തിന് പ്രഘോഷിക്കണം, പ്രദാനം ചെയ്യണം, കൊടുക്കണം. അതാണ് സുവിശേഷത്തിൽ വിശ്വസിക്കൽ. അതാണ് അപ്പസ്തോലന്മാരുടെ പ്രബോധനം. അങ്ങനെയാണെങ്കിൽ ഈ അസാധാരണ പ്രേക്ഷിത മാസത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മിഷൻ ഞായർ ഉൾക്കൊള്ളുന്ന ഈ ഒക്ടോബർ മാസത്തിൽ യേശുവിനെ, സഭയെ ലോകത്തിന് മുമ്പിൽ കൊടുക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. 3 മേഖലകളിൽ പ്രത്യേകം പ്രവർത്തിക്കണമെന്ന്, 4 തരത്തിൽ പ്രവർത്തിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നുണ്ട്. 1, യേശുവിനെ അറിയുന്ന, യേശുവിൻ്റെ അനുഗാമികളായ സാധാരണ നമ്മെപ്പോലെയുള്ളവർക്ക് അത് യേശുവിൽ, സഭയിൽ, വിശ്വാസത്തിൽ ആഴപ്പെടാൻ കാരണമാകണം. 2, യേശുവിനെ, സഭയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും, മാമോദിസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഉപേക്ഷിച്ചിട്ടുള്ളവർ ഇന്ന് കൂടി വരികയാണ്. അതുകൊണ്ട് യേശുവിനെ ഉപേക്ഷിച്ചവരുടെ ഇടയിൽ, ഈ ക്രൈസ്തവ ജീവിതം നയിക്കാത്തവരുടെ ഇടയിൽ, മാമോദിസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ക്രിസ്തീയ ജീവിതം നയിക്കാത്തവരുടെ ഇടയിൽ, അവരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കലാണ് 2ാമത്തെ ലക്ഷ്യം. 3, നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖല തന്നെ, യേശുവിനെ അറിയാത്തവർ ഒത്തിരി പേരുണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ വിവിധ മാർഗങ്ങൾ തരുന്നുണ്ട്. അതിൽ ഒരു മാർഗം
പ്രധാന മാർഗം സുവിശേഷം നേരിട്ട് പ്രസംഗിക്കുക, വിശ്വാസത്തിൽ ആഴപ്പെടാത്തവർക്ക്, അതേക്കുറിച്ച് തെറ്റായി അറിഞ്ഞിട്ടുള്ളവർക്ക് യേശുവിനെ ശരിയായ രീതിയിൽ പഠിപ്പിക്കുക, യേശുവിനെ ഉപേക്ഷിച്ചവരെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കുക. അതോടൊപ്പം തന്നെ നവസുവിശേഷവൽക്കരണത്തിലൂടെ യേശുവിനെ അറിയിക്കാൻ മാധ്യമങ്ങളിലൂടെ, പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു കാരുണ്യ പ്രവർത്തികളിലൂടെയും യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഒക്ടോബർ മാസം ജപമാല മാസമായി നാം ആചരിക്കുന്നു. പരിശുദ്ധ അമ്മയാണ് പ്രേക്ഷിതരുടെ മാതൃകയും മധ്യസ്ഥയും. അമ്മ യേശുവിൻ്റെ വചനം ശ്രവിച്ച് ആ യേശുവിൻ്റെ ഹിതത്തിന്, ദൈവഹിതത്തിന് പൂർണ്ണമായും സ്വീകരിച്ച് യേശുവിനെ ജീവിതത്തിൽ ഉദരത്തിൽ സമ്മതിച്ച് യേശുവിനെ കൊടുത്തതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ഈ അസാധാരണ പ്രേക്ഷിത മാസം ത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തമ മിഷണറിമാരാകാൻ നമുക്ക് പരിശ്രമിക്കാം. കൊച്ചു ത്രേസ്യയെ പോലെ മിഷന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല മിഷണറിമാരാകാൻ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അപ്പസ്തോല പ്രവർത്തനം 1:8 വായിക്കുന്നതുപോലെ സാക്ഷ്യം വഹിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി അപേക്ഷിക്കാം. നല്ല മിഷണറിമാരുടെ മിഷൻ ദൈവവിളികൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. മിഷനെ സാമ്പത്തികമായും മറ്റു പലതരത്തിലും സഹായിക്കാം. ഈ മാസം നമുക്ക് അനുഗ്രഹത്തിൻ്റെ മാസമാകട്ടെ.